നമ്മുടെ ധനം എത്ര ശതമാനം എത്രയുണ്ടായാലും അതൊക്കെ മരിക്കുന്നതിന്റെ മുമ്പ് തീരുമാനമെടുത്തോ എങ്കിലേ അത് നമുക്കുണ്ടാകും. അതാ മുത്ത് മുസ്തഫ പറഞ്ഞത് ഫീ ഹയാതിഹി വസിഹതിഹി എന്ന് പറയാൻ കാരണം അതാണ്. നല്ല ആരോഗ്യമുള്ള കാലത്ത് തീരുമാനമെടുക്ക്. കാരണം രോഗമൊക്കെ ബാധിച്ചു കഴിയുമ്പോൾ ഒരു പക്ഷേ ചിന്തിക്കുഞ്ഞി എനിക്കെന്തിനാത്, അവിടെ ആത്മാർത്ഥതക്ക് കമ്മി വരും എന്നുള്ളത് കൊണ്ടാണ് ആരോഗ്യമുള്ള കാലത്ത് ചിന്തിക്കുക എന്ന് പറയുന്നത്. ഹയാത്തിൽ ചിന്തിക്കുക എന്ന് പറയുന്നത് എന്തിനാ? നമ്മൾ മരിച്ചിട്ട് മക്കൾ ഒരുപാട് കൊടുക്കാനല്ല. നീ ജീവിച്ചിരിക്കുമ്പോ നിന്റെ ജീവിതകാലത്ത് നീ കൊടുക്ക്. അതാ നിനക്ക് ഉറപ്പായിട്ടും ഉണ്ടാവുക. മറ്റൊരു ചെയ്തേക്കാം, ചെയ്യാതിരുന്നേക്കാം. മക്കളൊരു വേള നമുക്ക് വേണ്ടി ചെയ്തേക്കാം, ചെയ്യാതിരുന്നേക്കാം. ഉറപ്പിക്കാൻ പറ്റൂല. നിന്റെ ജീവിതകാലത്ത് നീ ചെയ്തോ എന്നാണ് ഇസ്ലാം പറയുന്നത്. അതാ ഫീ സിഹതിഹി വഹയാതിഹി എന്ന് രണ്ടും അടിവരയിട്ടുകൊണ്ട് പറയുന്നത് ആരോഗ്യമുള്ള നീ ജീവിച്ചിരിക്കുന്ന കാലത്ത് ചെയ്യ് എന്നാണ്. ആലോചിക്കുക സഹോദരങ്ങളെ, ആലോചിക്കുക. റഹ്മാനായ റബ്ബിന്റെ പാതയിൽ എത്രയോ എത്രയോ ആളുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ പിന്നിൽ ഒരുപാട് സുമനസ്സുകളുടെ വഖഫുകളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ലോകത്ത് നല്ല നല്ല സൽക്കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിൽ വഖഫ് ചെയ്ത വാഖിഫുകളുടെ ഏറ്റവും വലിയ നിയ്യത്തുകളുടെ ഗുണഫലങ്ങളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. എത്രയായിരിക്കും അതിൻ്റെയൊക്കെ പ്രതിഫലം എന്നുള്ളത്? വല്ലാഹു യുദാഇഫു ലിമൻ യശാ. അള്ളാഹിന്റെ മാർഗത്തിൽ കൊടുക്കുന്ന ധനം ഒരു ഹബ്ബ, അത് 7 കതിര് പോലെ, ഓരോ കതിരിലും 100 വീതം, 700 ഒന്നിന് 700 പറഞ്ഞു. പിന്നെ പറഞ്ഞു അതുമല്ലൊന്നും നോക്കൂല. വല്ലാഹു യുദാഇഫു ലിമൻ യശാ. അള്ളാഹുവിന് ഉദ്ദേശിക്കുന്നവർക്ക് ഇരട്ടികളായിട്ടാണ് കൊടുക്കുക. അതാർക്കൊക്കെ കൊടുക്കണം എന്ന് നല്ല അറിവുള്ളവനാ റഹ്മാനായ റബ്ബ് എന്ന് ചേർത്തു പറഞ്ഞു. അത് ആത്മാർത്ഥതക്കനുസരിച്ചാണ് അവിടെ കൂലി കൊടുക്കുക. ഒരാളുടെ സ്ഥിതി അനുസരിച്ചാണ് അവിടെ റബ്ബ് പരിഗണിക്കുക എന്ന് അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ ശബ്ദം ശ്രവിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കുക, എൻ്റെ പ്രദേശത്തും എൻ്റെ നാട്ടിലും എൻ്റെ പരിസരത്തുമുള്ള ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് എനിക്കെന്ത് ചെയ്യാൻ കഴിയും എൻ്റെ പ്രോപ്പർട്ടിയിൽ നിന്ന്, എൻ്റെ ധനത്തിൽ നിന്ന് എന്ന് ആലോചിച്ച് വേണ്ട തീരുമാനമെടുക്കുക സഹോദരങ്ങളെ. കാരണം ഇത്രത്തോളം വലിയൊരു ഗോൾഡൻ ചാൻസ് ആണ് വഖഫ് എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.